മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന സസ്പെൻസ് തുടരുന്നു. ദേവേന്ദ്ര ഫട്നാവിസിനാണ് ബി.ജെ.പിയും ആർ.എസ്.എസും എൻ.സി.പിയും പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത്. എന്നാൽ ബി.ജെ.പി നേതൃത്വത്തിന് മുന്നിൽ ഉപാധികൾ വച്ചിരിക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഒന്നും തന്നെയില്ല എന്നുള്ള കാര്യമാണ് മഹായുതി മുന്നണി വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസിനാണ് സാധ്യത കൂടുതൽ. എങ്കിലും പ്രഖ്യാപനം വൈകുന്നു. ഏക്നാഥ് ഷിൻഡെ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ചർച്ച അവസാനിക്കാത്തതാണ് പ്രഖ്യാപനം നീളുന്നതിന് കാരണം. മഹാരാഷ്ട്രയിൽ മഹായുദ്ധിയുടെ കൺവീനർ സ്ഥാനം വേണം. മകനും ലോക്സഭാ എംപിയുമായ ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കണം. അതിലുള്ള തുടർ ചർച്ചകൾ ഇപ്പോഴും ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ മഹാരാഷ്ട്രയിലുണ്ട്. സമവായത്തിലൂടെ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള തുടർ ചർച്ചകൾക്കാണ് നിരീക്ഷക സംഘം എത്തിയത്. 2.5 വർഷം വച്ചുമാറി മുഖ്യമന്ത്രി പദത്തിൽ ഒരു പങ്കാളിത്തം വേണമെന്ന ആവശ്യം ഇപ്പോഴും ഷിൻഡെ വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതോ ബീഹാർ മോഡലോ മഹാരാഷ്ട്രയിൽ സാധ്യമല്ല എന്നുള്ള കാര്യം ബി.ജെ.പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു. കാര്യങ്ങളിൽ ഒരു സമവായമായാൽ ഈ മാസം 29-നോ 30-നോ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കാം. മുംബൈ വാഗ്ഡേ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.